press the bell icon on the YouTube app and never miss another update. How many daddies and how many mummies do you have? എന്റെ സ്വന്തം ഭർത്താവിന്റെ പേര് സ്വന്തം തന്നെ പറയണല്ലേ? അങ്ങനെയല്ല. പോയിരിക്കും, എന്നെ വിളിക്കും, ഞാൻ വന്നിട്ട് ഇഷ്ടംപോലെ അടിയൊക്കെ ഉണ്ടാക്കി തരാം. അടി വേണോ നിങ്ങൾക്ക്? എന്താ വേണ്ടേ? ഇതിലൊക്കെ പോയ കുഴപ്പമുണ്ടോ? കൊള്ളാലോ, ഞാനിങ്ങനെ നടന്നോ? ഇതൊക്കെ വീട്ടുകാരെന്താ വിചാരിക്കാൻ? പ്രത്യേക കോടൊക്കെ ഉണ്ടായിരുന്നു. അതിനൊന്നും ശരി ഉത്തരം പറയണം അല്ലേ? റോസിന്റെ അച്ഛന്റെ പേര് എനിക്ക് മാത്രം രണ്ടോളത്തില്ല. ഭയങ്കര തള്ളിച്ചാണ് കേട്ടോ. കേട്ടിട്ടുണ്ടല്ലേ? വൗ, വണ്ടർഫുൾ. ഇത് ശരിയാണോ തെറ്റാണോ? അതൊന്നും അറിയത്തില്ല. എന്റെ ദൈവമേ, സ്കൈലാർക്കുകാരെ. ഓക്കെ, ഇവിടുന്ന് കിട്ടിയടേ. കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനടിയിൽ വന്നിട്ട് ഞാനായിരിക്കും കമന്റ് ചെയ്യുന്നത്. കട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ 2 വർഷം അത് തിരുവനന്തപുരത്തായിരുന്നു. ഇഷ്ടമായി. അയ്യോ, പക്ഷെ ഞാൻ കഴിക്കണമല്ലോ. ഇങ്ങനത്തെ കുറച്ച് ചോദിക്കില്ല, കമ്പനി കൂട്ടേണ്ടി വരും. ഇതിനാണോ? എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ. നമ്മളുടെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ആള് VJ ആയിരുന്നു, RJ ആണ്, പിന്നെ ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് പറയുകയാണെങ്കിൽ മോണോ ആക്ട്, കഥാപ്രസംഗം, അങ്ങനെ കൈ വെക്കാത്ത മേഖലകളൊന്നുമില്ല. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം RJ നിൽജ. വെൽക്കം ടു സ്കൈലാർക്ക് പിക്ചേഴ്സ്. ബോലോ താരാരാര വിത്ത് റോസ്. ബോലോ താരാരാര ബോലോ താരാരാര വിത്ത് റോസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എന്നൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖമായിട്ടിരിക്കണം. ഓക്കെ, കണ്ണൂർക്കാരിയാണ്. അതെ, ആദ്യം തന്നെ കണ്ണൂരില് മീൻസ് കണ്ണൂർ ഭാഷയിൽ ആദ്യം തന്നെ കണ്ണൂർ ഭാഷയിൽ ഒന്ന് പരിചയപ്പെടുത്താം. കണ്ണൂർ ഭാഷയിലോ? അതെ, അതെ, ഞാൻ കണ്ണൂരിലാണെങ്കിലും എന്റെ ഭർത്താവ് മുഴുവൻ ഒരു കോട്ടയം ശൈലിയിൽ നിന്നാണ് വരുന്നത്. അതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്നാലും ഞാൻ കണ്ണൂരിൽ ശ്രമിക്കാം. എന്റെ വീട് കണ്ണൂരില് പയ്യാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ സ്കൂളൊക്കെ ചെയ്തത് അവിടെ തന്നെയാണ്, 10ാം ക്ലാസ് വരെ. അതെ, പിന്നെ ഞാൻ +1 +2 പാലായിലായിരുന്നു. അപ്പൊ പിന്നെ കോട്ടയം വന്നു. പിന്നെ ഞാൻ കോഴിക്കോട് എഞ്ചിനീയറിംഗ് പഠിച്ചത്. ആടെ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവിടെ കുറെ ചെങ്ങായിമാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആടെയായിരുന്നു 3-4 വർഷം. അതുകൊണ്ട് എനിക്ക് അവിടെ കോഴിക്കോട്ടിൽ ടച്ച് വന്നു. പിന്നെ ഞാൻ 2 വർഷം അത് തിരുവനന്തപുരത്തായിരുന്നു. അതുകൊണ്ട് എനിക്ക് ലേശം തിരുവനന്തപുരം ഭാഷ ഇവിടെ ഇടയ്ക്ക് കയറാറുണ്ട്. ഇപ്പൊ ഞാൻ എറണാകുളത്തുണ്ട്. അപ്പൊ പിന്നെ അവിടെ ഇവിടെ ഇല്ലാതെ മൊത്തത്തിൽ എല്ലാം സംസാരിക്കും. ഓക്കെ, നമ്മളിപ്പോ കണ്ണൂർ ഭാഷ സ്പെസിഫിക്കലി ചോദിക്കാൻ പാടില്ലായിരുന്നു. സങ്കര ഇന്ന ഭാഷയിൽ എന്തെങ്കിലും സംസാരിക്കാൻ അപ്പം ഫാമിലി എനിക്ക് വീട്ടില് പപ്പ, മമ്മി, 2 ചേച്ചിമാര്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് തരുൺ, പാലയിലാണ്. അവിടെ അച്ഛൻ, അമ്മ, ഒരു അനിയൻകുട്ടി. കല്യാണമൊക്കെ കഴിച്ചാണ് കണ്ടാ പറയത്തില്ല കേട്ടോ. കല്യാണം കഴിച്ച സൗന്ദര്യം അങ്ങനെയല്ല, ഇപ്പൊ മീൻസ് സന്തു മമ്മി എന്നൊക്കെ പറയത്തില്ല. ഭയങ്കര ചർമ്മ എന്താ പറയാ, ചർമ്മം കണ്ട പ്രായം പറയത്തില്ല, പ്രായം കണ്ട ചർമ്മം പറയത്തില്ല. അങ്ങനെയുള്ള പരസ്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ എന്നെ വിളിക്കാം. RJ നിൽജയും ശബ്ദമാണ് ശക്തി, എന്താണ് റിലേഷൻ? ഒന്നാമത്തെ കാര്യം RJ എന്ന് പറയുമ്പോൾ സംസാരമാണല്ലോ, ശമ്പളം ശബ്ദത്തിൽ നിന്നാണ്. രണ്ടാമത്തെ കാര്യം എന്താ പറയാ, ശബ്ദം. ഞാൻ ചെറുപ്പം പോലെ നല്ലപോലെ വർത്താനം പറയുന്ന വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ വർത്താനം പറയുന്നതിന് തല്ലി കിട്ടി അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുകയും ഉണ്ടായിരിക്കും ചോദിക്കും ഒക്കെ കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അത് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഇറക്കി ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ്. സോ അങ്ങനെ ശബ്ദത്തിനോട് ഭയങ്കര കണക്ഷൻ ഉണ്ട്. പിന്നെ എനിക്ക് പൊതുവെ നല്ലപോലെ ഒച്ചയുള്ള ഒരാളാണ്. വോളിയം നന്നായിട്ട് യൂസ് ചെയ്യും. വീട്ടിലാണെങ്കിലും കാല് കൂവി അങ്ങനെ വളർന്നൊരു വ്യക്തിയാണ്. പിന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, എന്റെ ജീവിതത്തിലെ വലിയ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എന്നെ സഹായിച്ച എന്റെ ഒരു ടൂൾ, എന്റെ ഒരു ആയുധം എന്ന് പറയുന്നത് എന്റെ ശബ്ദമായിരുന്നു. എനിക്ക് ട്രെയിനിൽ വെച്ചിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. ഞാൻ പറയണോ വീണ്ടും? നമ്മുടെ പ്രേക്ഷകർക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തി സ്റ്റോപ്പ് ചെയ്ത സമയത്ത് ഞാൻ ട്രെയിനകത്ത് ഇരിക്കുക. അപ്പം പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരാൾ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങിയ സമയത്ത് അയാൾ വിൻഡോയിലൂടെ കൈയിട്ട് എനിക്ക് കയറി പിടിച്ചു. അപ്പം ആ ഒരു സ്പോട്ടിൽ ഭയങ്കര ഷോക്കായി. ട്രെയിൻ നല്ല മൂവ് ചെയ്ത് തുടങ്ങി. പക്ഷെ എന്തോ പെട്ടെന്ന് ചാടി എന്നിട്ട് ഞാൻ ചെയിൻ വലിച്ച് നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ഓടുക അയാളുടെ പുറകെ. അപ്പൊ ഓടുന്ന വഴിക്ക് മുഴുവൻ ഞാൻ ഇങ്ങനെ അലറിക്കൊണ്ടാ പോകുന്നു. അയാളെന്നെ കയറി പിടിച്ചു, അവരെ പിടിക്കൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര
ഭയങ്കര ശബ്ദത്തില്. എനിക്ക് ഉറപ്പാ എന്റെ കമ്പാർട്ട്മെന്റ് മാത്രമല്ല എന്റെ അപ്പുറത്തെ കമ്പാർട്ട്മെന്റ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആൾക്കാർ ആരും വന്നിട്ട് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. അവരും എന്റെ കൂടെ ചാടി ഇറങ്ങി ഓടി വന്നു, അവരെ പിടിച്ചു, ഏൽപ്പിച്ചു, കോടതിയിലൊക്കെ കയറി. എന്തായാലും ഒരു വർഷത്തിന് മേലെ അയാൾ ജയിലിൽ കിടന്നു. ഇപ്പം അയാൾ ഇറങ്ങിയിട്ടുണ്ടാവും, ഞാൻ പിന്നെ അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ ഞാൻ ഇങ്ങനെ പറയായിരുന്നു, നമ്മൾ ശബ്ദം ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കണം. ആ ഒരു റൈറ്റ് ടൈമിൽ അലറുകയാണെങ്കിൽ അലറുക, അല്ലെങ്കിൽ അവരെ ചില സിറ്റുവേഷനിൽ അവരെ നമ്മളൊന്ന് നാണം കെടുത്തിയാൽ മതി. നമുക്ക് അതിനകത്തുനിന്ന് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഊരിപ്പോരാൻ പറ്റും. പല ആൾക്കാരും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ മാറി ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് ഇവർ പിന്നെ അടുത്ത് പോയി ട്രൈ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ശബ്ദത്തെ ഭയങ്കര ഏറ്റവും നല്ല ആയുധമായിട്ട് ഞാൻ എന്നും കാണുന്നു. അതെല്ലാവരും അങ്ങനെ കാണുന്നത് ഞാൻ എല്ലാവരുടെ അടുത്ത് പറയാറുണ്ട്. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പറയാറുണ്ട്, ഇതേ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ ഏറ്റവും വലിയ 5 ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഞാന് ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴാണ് അതിലേക്കൊക്കെ ഒന്ന് കയറുന്നത് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം, എത്ര പ്രായമായിട്ടാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് അഭിനയത്തിൻ്റെ ഏറ്റവും വലിയ അംഗീകാരം, ആ ഒരു അംഗീകാരത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുറേ ആഗ്രഹിച്ചാലേ നമുക്ക് കുറച്ച് കിട്ടുള്ളൂ അല്ലേ. ഞാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നത് ഏറ്റവും അങ്ങേയറ്റത്തുള്ള ഒരു അംഗീകാരം എനിക്ക്, അതിപ്പം മുത്തശ്ശിയായിട്ടാണെങ്കിലും എനിക്കതൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു. അതെനിക്ക് ആഗ്രഹമുള്ളൊരു കാര്യമാണ്. പിന്നെ എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എനിക്ക് കുറെ യാത്ര ചെയ്യണം, എല്ലായിടത്തും പോകണം. ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് യാത്ര ചെയ്യാൻ പോകാൻ പറ്റണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ഞാനൊരു ഫാമിലി പേഴ്സൺ ആണ്, കട്ടയ്ക്ക് ഫാമിലി പേഴ്സൺ ആണ്. അപ്പ, അമ്മ, അച്ഛ, അമ്മ, അതായത് ഹസ്ബൻഡിന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ രണ്ടുകൂടെ പറഞ്ഞ അല്ലെങ്കിൽ ആലോചിക്കും ഹൗ മെനി ഡാഡീസ് ആൻഡ് ഹൗ മെനി മമ്മീസ്. കൺഫ്യൂഷൻ ഇല്ല, അപ്പൊ മമ്മി അച്ഛ അമ്മ, അപ്പൊ കൺഫ്യൂഷൻ ഇല്ല. പിന്നെ എന്റെ ചേച്ചിമാര്, എന്റെ ഹസ്ബൻഡ് ചിക്കു, ഇവരെല്ലാവരുമായിട്ട് ആ ഒരു നല്ല എല്ലാവരും ഹെൽത്തി ആയിട്ട് എന്റെ കൂടെ ഉണ്ടാവണം. നല്ല സന്തോഷത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകണം. പിന്നെന്താ എത്രയെണ്ണം പറയാനുള്ളത്? പിന്നെ എനിക്ക് എന്തായിരിക്കും, പിന്നെ എനിക്ക് ഇതിനെ അല്ലാതെ വേറെ വലിയ അങ്ങനെയൊന്നുമില്ല. നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ എനിക്ക് കിട്ടണം, റെക്കഗ്നൈസ് ചെയ്യപ്പെടണം, അതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇഷ്ടം. ചേട്ടൻ തരുൺ എന്നാണ് പേര്. ആയിരുന്നു. ഞങ്ങള് എഞ്ചിനീയറിംഗ് കോളേജിൽ എന്റെ സീനിയർ ആയിരുന്നു. ചേട്ടനാണ്. ലവ് ലെറ്റർ ഞങ്ങൾക്ക് ഇതൊക്കെ വീട്ടുകാരുണ്ടെന്ന് വിചാരിക്കാം. നമുക്കൊരു പ്രത്യേക കോഡൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് എഴുതുവാണെങ്കിൽ അങ്ങനെ സ്ഥിരമായിട്ട് ലവ് ലെറ്റർ എഴുതുന്ന അങ്ങനത്തെ ആളെന്നല്ല ഞാൻ. പക്ഷെ നമ്മൾ എഴുതിയ സാധനം വേറെ ആർക്കും വായിക്കാൻ പറ്റില്ല. നമ്മൾ ഓരോ ലെറ്ററിനും വേറെ അക്ഷരങ്ങളൊക്കെ വെച്ചിട്ട് നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു കോഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളൊക്കെ അതിന് മുന്നേ ചെയ്താണോ. അങ്ങനെ ചെറിയ കോഡുകളൊക്കെ വെച്ചിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു. പ്രപ്പോസ് ചെയ്തത് ഫസ്റ്റ് പുള്ളിയാണ്. സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു. അതെ, അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. താങ്ക് യു. ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രചോദനം ആരാണ്? ഞാൻ എൻ്റെ ലൈഫിൽ ചെറുപ്പം മുതലേ പപ്പയും മമ്മിയായിരുന്നു എൻ്റെ ഇടതും വലത്തും നിന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഭയങ്കര എന്താ പറയുക ഒരു ആവറേജ് ഫാമിലി ഒക്കെ ആയിരുന്നു. പക്ഷെ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ എന്നെ എപ്പോഴും കയറ്റി വിടാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തിരുന്ന ആൾക്കാരാണ് എൻ്റെ പപ്പയും മമ്മിയും. എന്താ പറയുക, അപ്പോൾ അവർ തന്നെയാണ് ഏറ്റവും ബേസ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവരെൻ്റെ അപ്പുറം ഇപ്പുറം നിന്നിങ്ങനെ പുഷ് ചെയ്തില്ലായിരുന്നെങ്കിലേ ഞാൻ വിചാരിച്ച സ്ഥലങ്ങളിലേക്കൊന്നും ചിലപ്പോൾ ഇത്ര ഈസി ആയിട്ട് എനിക്ക് എത്താൻ പറ്റൂലായിരുന്നു. അതുകൊണ്ട് ഞാൻ പപ്പേനെ മമ്മീനെ അവിടെ ഓർക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്കൊരു സെഗ്മെന്റ് ആണ്, നിലപാട് വ്യക്തമാക്കുക എന്നാണ് സെഗ്മെന്റിന്റെ പേര്. സ്ത്രീകൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിൽ അഭിപ്രായം എന്താണ്? അതിനകത്ത് സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളതാണ് എന്റെ നിലപാട്. ഡ്രഗ്സ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം, അത് എത്രമാത്രം ഒരു മനുഷ്യന്റെ ഒരു കൺട്രോൾ ആ ഒരു ലെവൽ എന്തേരെ ചേഞ്ച് ആക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. അല്ലെങ്കിൽ അതിന്റെ ഒരു ദൂഷ്യഫലങ്ങളെ കുറിച്ച് പലപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നുള്ള ആളല്ല, എനിക്ക് പേഴ്സണലി അറിയത്തില്ല. പക്ഷെ നമ്മൾ അത് കേൾക്കാറുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ആ ചോദ്യത്തിൽ സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ നിലപാട്. സ്ത്രീ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സ്ത്രീകൾ എന്ന് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചത്. ഓക്കെ, അടുത്തത്, പൊതുവഴിയിൽ ഒരു യുവതിയും യുവാവും ചുംബിക്കുന്നത് കണ്ടാൽ ആദ്യം മനസ്സിൽ എന്ത് തോന്നും? ഇതിലൂടെ പോയ വെള്ളമുണ്ടോ? കൊള്ളാലോ, ഞാൻ ഇങ്ങനെ നടന്നു. സദാചാരം ഉണരുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഏയ് ഇല്ല, എന്താണ്, ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആളല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകൾ. കണ്ടതിൽ വെച്ച് ഏറ്റവും കിടു മുഖ്യമന്ത്രി ആരാണ്? നമ്മള് വലുതായതിനു ശേഷം കുറച്ച് നാളൊക്കെ നമുക്ക് അറിയാലോ. ഇതിപ്പോ പറഞ്ഞ വലിയ സീനാവും. കൊച്ചിലത്തെ കാര്യം കൊച്ചിലത്തെ കാര്യം വേണ്ട. ഒരു കാര്യം ഞാൻ പറയാം, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എല്ലാ ഗവൺമെന്റിന്റെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
ഞാൻ ഈ ഒരു ഉത്തരം പറയുന്നത് കൊണ്ട് ഞാൻ ആ പാർട്ടിയാണെന്നാലും വിചാരിക്കരുത്. പക്ഷെ ഞാൻ ആ സമയത്ത് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി ആയ സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ഞാൻ ആർജെ ആയതുകൊണ്ട് തന്നെ പല കാര്യത്തിലും അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ഈസി ആയിട്ട് സ്പേസ് ഉണ്ടാക്കി തരാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. ഞാൻ സംസാരിക്കുകയും ഇന്റർവ്യൂ ചെയ്യുകയും വളരെ നന്നായിട്ട് എൻ്റെ അടുത്ത് ഡീൽ ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് എന്താ പറയുക, അപ്പോൾ ഞാൻ കണ്ട കാഴ്ചയുണ്ട് കുറേ ആളുകളെയും നേരെ വിളിക്കുന്നതിന് മുന്നേ തന്നെ ഇദ്ദേഹത്തിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അവരുടെ അപ്പോൾ ഓരോരുത്തർക്കും അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പുറം അതെല്ലാം മാറ്റി വെച്ചിട്ട് അപ്പോൾ അകത്ത് നമ്മൾ പറയുന്നുണ്ട് കഴിക്കാമോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് മക്കളൊക്കെ. പക്ഷെ പുള്ളിക്കാരൻ ഇല്ല അതും കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് ഓരോരുത്തർക്ക് കൊടുക്കുന്ന ഒരു സ്പേസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെനിക്ക് നേരിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഒരു ജനങ്ങളെ ഭയങ്കരമായിട്ട് അടുത്തറിഞ്ഞൊരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നും കരുതിയിട്ട് ബാക്കിയുള്ളൊരു മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് അറിയാവുന്ന അതായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുക. ഞാൻ ഇന്ന പാർട്ടിയൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട ഇത് കേട്ടിട്ട്. ഒരു സോങ് ഞങ്ങൾക്ക് വേണ്ടി പാടാം. പാടാലോ? ഞാൻ ഭയങ്കര നല്ല പാട്ടുകാരൊന്നുമല്ല കേട്ടോ. എന്നാലും ഞാൻ പാടുമെന്ന് വെച്ചാൽ ഞാൻ പാടുന്നു പറയും. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ ഇന്നുമെന്നും ഒരു പുഴയാൻ ആരാധിക്കേ. കൊള്ളാം നന്നായിട്ട് പാടി. ഞാൻ പാട്ടുകാരെ എല്ലാത്തിനോടും എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടെ കുറച്ച് ഉണ്ടകൾ ഇരിപ്പുണ്ട്. എന്താണെന്ന് ആക്ച്വലി എനിക്കും അറിയത്തില്ല ഇത് എന്താണെന്ന്. ബോംബാണോ കണ്ണൂർക്കാരെയാണെങ്കിൽ ഒരു സ്പെഷ്യലായിട്ട് ബോംബ് എല്ലാണോ അറിയത്തില്ല. ഓക്കെ, അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി ഒരു സെഗ്മെന്റ് ആണ്. സെഗ്മെന്റിന്റെ പേര് ബോലോ ടാസ്ക് സെഗ്മെന്റ്. ഓക്കെ, നല്ല വെറൈറ്റി പേരല്ലേ? ഇനി അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 ക്വസ്റ്റ്യൻ എനിക്കും 5 ക്വസ്റ്റ്യൻ നിൽജയ്ക്കുമാണ് ഉള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശരി ഉത്തരം പറയുന്ന ആള് പണിഷ്മെന്റ് ഏറ്റെടുക്കണം. വെറൈറ്റി അല്ലേ? ഇത് ഭയങ്കര വെറൈറ്റി. ശരി പറയുന്നത്, ശരി പറഞ്ഞാൽ പണിഷ്മെന്റ് കിട്ടുന്നത്. യെസ്. തെറ്റ് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആൾക്ക് കിട്ടും. അതെ, അങ്ങനെയാണ് കിട്ടും. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി പണിഷ്മെന്റ് എന്താന്ന് പറയാം. ഇവിടെ കുറെ ബോൾസ് ഇരിപ്പുണ്ട്. അപ്പൊ ഈ ബോൾസിൽ എന്താണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. ഇതിൽ എന്തോ ഒരു സാധനം ഇരിപ്പുണ്ട്. ഇത് ഞങ്ങൾ കഴിച്ചു തീർക്കണം. അതാണ് ഞങ്ങൾക്കുള്ള പണിഷ്മെന്റ്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, റെഡി അല്ലേ? റെഡി അല്ലേ നിൽജ? അപ്പൊ ചുരുക്കി പറഞ്ഞ ശരി ഉത്തരം പറയരുത്. അതെ, പറഞ്ഞാൽ പണി കിട്ടും. ആദ്യം നിൽജയ്ക്ക് ചോദിക്കണം അതോ ഞാൻ ചോദിക്കണം? ഞാനല്ലേ ഇത്രയും നേരം ചോദിച്ചോണ്ടിരുന്നത്. അപ്പൊ നിൽജ ചോദിച്ചു. ശരി, എനിക്ക് ക്വസ്റ്റ്യൻസ് ഇട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാവേ. കേരളത്തിന്റെ പ്രധാനമന്ത്രി ആരാണ്? പ്രധാനമന്ത്രി അല്ലല്ലോ കേരളത്തിന്. അല്ലേ? മുഖ്യമന്ത്രി അല്ലേ കേരളത്തിന്? അതെ, അങ്ങനെ തന്നെ. ഇന്ത്യക്കല്ലേ പ്രധാനമന്ത്രി? അതല്ലേ? അപ്പൊ കേരളത്തിൽ പ്രധാനമന്ത്രി ഇല്ല? അങ്ങനെയാണോ? ക്വസ്റ്റ്യൻ തെറ്റാണ്. എന്താണ് ചോദ്യകർത്താവരോട് ക്വസ്റ്റ്യൻ? എന്താണ് ക്വസ്റ്റ്യൻ? കേരളത്തിന് പ്രധാനമന്ത്രിയോ? പറയൂ. കേരളത്തിലെ പ്രധാനമന്ത്രി നമ്മൾ പറയുമ്പോഴേ കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ത്യക്ക് പ്രധാനമന്ത്രി നമ്മളോട് പറയാം. അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ. എന്താണ് സംഭവം? പറയൂ. എന്താണ് ചോദ്യം? എന്താണ്? എന്നോട് ഇങ്ങോട്ടല്ലേ ചോദിച്ചത്? ഞാൻ ഇങ്ങോട്ട് പറയണു. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് അറിയാലോ? അറിയാം. ക്ലൂ തരട്ടെ? ഇല്ല, ഞാൻ ക്ലൂ തരാം. ഇല്ല വേണ്ട, എനിക്ക് അറിയത്തില്ല. എനിക്ക് ആലോചിക്കാൻ തലവേദനയാ തോന്നുന്നത്. ചോദ്യം ചോദിച്ചത് കാര്യം കേരളത്തിന്റെ പ്രധാനമന്ത്രി ആരാന്നായിരുന്നു. കുറച്ച് പാർട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചേ. അപ്പൊ ആള് ഭയങ്കര നൈസ് ആയിട്ട് കേരളത്തിലെ പ്രധാനമന്ത്രി ഇല്ലല്ലോ ആ ഒരു രീതിയിൽ പറഞ്ഞു. പക്ഷെ എന്നാ പിന്നെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആണെന്ന് ചോദിച്ചപ്പോ അറിയത്തില്ല. ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ പണിഷ്മെന്റ് വാങ്ങിക്കും. ഞാൻ ബുദ്ധിപൂർവ്വം പറയാതിരുന്നു. നമ്പർ ഒന്നും അല്ല. പറഞ്ഞാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പണിഷ്മെന്റ് എടുത്തതിന് ശേഷം ഉത്തരം പറഞ്ഞു. അത് പറയണം. ഓക്കെ, ഞാൻ എടുക്കാൻ റെഡിയാണേ. ഏറ്റവും വലുത് തന്നെ എടുത്തേക്കാം. ദൈവം ഇത് എന്താണോ എന്തോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നീ ശരി ഉത്തരം പറയരുത്. അല്ല, പറയണം. ഓക്കെ, ഓറഞ്ചിന്റെ നിറം എന്താണ്? ഓറഞ്ച്. കറക്റ്റ് ആൻസർ. എന്റെ പേര് പിടിക്കണം. കുഴപ്പമില്ല, സന്തോഷായില്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. പൊയ്ക്കോ. രമേശ് ചെന്നിത്തല ആരാണ്? കേട്ടിട്ടുണ്ടോ? MP അല്ലേ? അല്ലേ? അല്ല, എന്താണ് കേട്ടിട്ടുണ്ട്? എനിക്കറിയത്തില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രത്യേകം പറഞ്ഞത്. ഞാൻ പഠിക്കേണ്ടി വരില്ലേ? എനിക്ക് അറിയത്തില്ല. ആൻസർ പറഞ്ഞത്
കഷ്ടമായിരുന്നു. രമേശ് ചെന്നിത്തല ആരാണ്? ഇങ്ങനത്തെ കുറച്ച് ചോദിക്കില്ല, കമ്പനി കൂട്ടേണ്ടി വരും. അറിയില്ല, എനിക്ക് അറിയത്തില്ല. മറ്റേ പാർട്ടിയിലുള്ള ആളല്ലേ? അതെ, പാർട്ടിയിലുള്ള ആളാണ്. അങ്ങനെ ഏത് നാട്ടുകാരനാണെന്നറിയോ? ചെന്നിത്തല. ശരി, അപ്പൊ ഇനി ഇതിന്റെ ഉത്തരം അറിയില്ല. ഇല്ല. അപ്പൊ എനിക്കാണ് പണിഷ്മെന്റ്. ചെയ്തോ. വെരി നൈസ്. പയറോ? പച്ചപ്പയറോ? ഇതൊക്കെ കഴുകിയതാണോടെ? കഴിയതാണോ? മതി, ഇതിനാണോ? കണ്ടിട്ടില്ല വെള്ളം കൊടുക്ക്. നിന്റെ വീടിനാനിക്കാണ് ഞാൻ കഴിക്കുന്നത്. നീ ഓട്ടം കേട്ടോ. ഞാൻ പ്രത്യേകം പറഞ്ഞു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നീ ശരി ഉത്തരം പറയണം അല്ലേ? റോസലിന്റെ അച്ഛന്റെ പേരെന്താണ്? അതാണ് ഈസി ക്വസ്റ്റ്യൻ. കുഞ്ഞുമോൻ ജോസഫ്. എന്താണ്? കഴിച്ചോ? കറക്റ്റ് ആൻസർ അല്ലേ? അല്ല, അത് മാറ്റി പറയാൻ പറ്റില്ലല്ലോ. അതെ, കഴിച്ചേ പറ്റുള്ളൂ. ഞാൻ കേട്ട പച്ചപ്പാണ് നിന്ന. ഇത് കുഴപ്പമില്ലാത്ത സാധനമാണ്. വേണേ ഞാൻ കുറച്ച് തരാം. അതെന്താ? അത് പറ്റത്തില്ല. മാങ്ങയാണ്. മാംഗോ. ആ, കഴിച്ച് കാണിച്ചു തരണോ? ഓക്കെ, അപ്പൊ എന്റെ 4 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. കഴിഞ്ഞോ? ഇല്ല, ഇനി എന്റെ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നുണ്ട്. 4 ചോദിച്ചപ്പോഴോട് ഒരു മിനിറ്റ്. ചോദിച്ചു. നീ ശരി ഉത്തരം പറയണം, അതാണ് എന്റെ ഉദ്ദേശം. ഒരു സിനിമ നടിയാണെന്നൊക്കെ കേട്ടു. ചെറുതായിട്ട് നല്ലൊക്കെ പോയായിരുന്നു. എങ്ങനെയായിരുന്നു അഭിനയിച്ച എക്സ്പീരിയൻസ്? കടിയിലായിരുന്നോ? നല്ല ടീമൊക്കെ ആയതുകൊണ്ട് നല്ലതായിരുന്നു. 5ാമത്തിലാണോ അഭിനയിച്ചേ? അതെ, എങ്ങനെയായിരുന്നു? എനിക്കറിയാം. ചോദ്യമൊക്കെ ചോദിച്ച് എനിക്ക് പണി തന്നെയാണല്ലേ? നല്ല അന്നാദ്രായിട്ടൊന്ന് സുഖിച്ചല്ലേ? ഓ, ഉള്ളിയാ തോന്നുന്നത്. ഇത് തിന്നണോ? തിന്നണം, തിന്നേ പറ്റൂ. ഞാൻ രാജിവെച്ചു. നമുക്ക് തുടങ്ങാം. അറിഞ്ഞോണ്ട് എനിക്ക് തരരുത്. ഞാൻ ചെയ്തിട്ടും പറയരുത്. പറഞ്ഞാൽ എനിക്ക് പണി കിട്ടും. ശരി. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ പറയാതിരിക്കുന്നത്. ചേച്ചി പറയരുത്, എനിക്ക് മാത്രം രണ്ടെണ്ണോളത്തില്ലെന്ന് നാട്ടുകാർ ചിന്തിക്കും. ഇതന്നെ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള എനിക്ക് തന്നില്ലല്ലോ. എനിക്ക് കേരളമൊക്കെ അറിയായിരുന്നു സത്യമായിട്ട്. ഞാൻ പറയുന്നില്ല. നമുക്ക് കിട്ടിയേക്കുന്നത് ഞാൻ പറയാം. എനിക്കല്ലേ കിട്ടിയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് ഞാൻ പറയില്ലായിരുന്നു. ഇതായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ വേണ്ട വേണ്ടെന്ന്. KL1 നമ്പർ പ്ലേറ്റ് ഏത് ജില്ലയാണ്? എനിക്കറിയാം. അറിയാം, നിങ്ങൾ അറിഞ്ഞോണ്ടാണ് ഇത്. എനിക്ക് പണി വരാൻ വേണ്ടി ഈ സെഗ്മെന്റ് വെച്ചാൽ ട്രിവാൻഡ്രം അല്ലേ? എന്നെ മുതലാളി പഠിപ്പിച്ചല്ലേ? ആണ്ട് എന്നെ കൊണ്ട് ഉത്തരം പറയാൻ ശരി ഉത്തരം പറയുന്നത് ആരാ? ഇതാണ് നമ്പർ. ഞാൻ പറഞ്ഞ എനിക്ക് ബിഗ് ബോസിലേക്ക് പോകാനുള്ള എനിക്കറിയില്ല. എനിക്ക് വിവരമൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാ കാര്യത്തിലും ഇല്ലെന്നേ ഉള്ളൂ. എടുത്തെടുത്തോ. വിവരം തെളിയിച്ച സ്ഥിതിക്ക് കഴിച്ചോ. വിവരം തെളിയിച്ച സ്ഥിതിക്ക് കഴിച്ചോ. ഇതിപ്പോ ഞാൻ എല്ലാം എടുക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. പറഞ്ഞാലാണ് പണി കിട്ടുന്നത് ഓർമ്മ. എന്തേലും അറിയുന്ന നാട്ടുകാർ വിചാരിക്കട്ടെ ചുമ്മാ. എനിക്ക് ഇതിങ്ങനെ എനിക്ക് ഉള്ളിയൊക്കെ പിന്നെ അങ്ങനെ രണ്ടാമത് വീണ്ടും ഈ കുട്ടിക്ക് സവോള ഉള്ളിയൊക്കെ ഇതെനിക്ക് വെളുത്തിലൊക്കെ ആണോ എനിക്ക് അറിയുന്നത്. ഇതൊന്നും തിന്നാൻ പറ്റത്തില്ല. തിന്നെ വേദന ഇച്ചിരി തിന്നാവോ? ഇച്ചിരി തിന്നാ പോരെ? ഞാൻ ചത്ത്. ഇത് ഈ എപ്പിസോഡ് അടുത്ത എപ്പിസോഡ് ഞാൻ ചിലപ്പോ കാണുന്നില്ല കേട്ടോ. നിങ്ങൾ ചോദിക്കണം, താഴെ കമന്റ് ചെയ്യണം. എവിടെ റോസ്ലിൻ? എവിടെ? ഉള്ളിൽ നിന്ന് കുട്ടി ആശുപത്രിയിലായിരുന്നു. കുട്ടി ചത്തു. ഉള്ള പണി വീണ്ടും ഉള്ളിലേക്കാണല്ലോ. ഉള്ളിലിപ്പോ ഭയങ്കര വില. ഞങ്ങളുടെ കമ്പനി ഭയങ്കര റിച്ച. ഉള്ളിയൊക്കെ മനസ്സിലായി. അടിപൊളിയായിട്ടുണ്ടോ? സവോള പറയാൻ കുഴപ്പമില്ല. അടുത്ത് ഇത് ആൻസർ പറയണം. പറ്റത്തില്ല. പറയും, എനിക്കറിയാം. സ്വന്തം ഭർത്താവിന്റെ പേരെന്താണ്? ഇത് മാറ്റി പറഞ്ഞ വലിയ കുഴപ്പമുണ്ടാവും. എനിക്കറിയാം. ഞാൻ പറയും. ഇല്ല, പറയത്തില്ല. എനിക്ക് ബുദ്ധി വെച്ചു. ഞാൻ പറയത്തില്ല. എനിക്കറിയത്തില്ല. സ്വന്തം ഭർത്താവിന്റെ പേര് ഞാൻ മാറ്റി പറയാൻ പറ്റത്തില്ലല്ലോ. ഗോൾ നേരത്തെ എനിക്ക് അടിച്ച ഗോൾ. മാറ്റി പറഞ്ഞാലും അവനൊന്നും പറയത്തില്ല. ഞാൻ പറയും. ഞാൻ കമന്റ് അടിക്കും താഴെ വന്നു.
ആണോ? ഓക്കെ, എന്റെ സ്വന്തം ഭർത്താവിന്റെ പേര് സ്വന്തം തന്നെ പറയണം അല്ലേ? വേറെ ഉണ്ടോ? അങ്ങനെയല്ല. ഓക്കെ, തരുൺ ജെയിംസ് അഥവാ ചിക്കു. കഴിച്ചോ. ഭർത്താവിന്റെ പേരൊക്കെ മാറ്റി പറഞ്ഞിട്ട് പണിഷ്മെന്റ് കിട്ടാതിരിക്കും. അത് നേടാം. എന്താണോ ഇത്? ഹായ്, എനിക്ക് ഇഷ്ടമുള്ള സാധനം. ഞാൻ തരത്തില്ല. പൊരി, മലര്. പോയിട്ട് ആർച്ചല്ലേ ഇവിടെ പോയി ഷോപ്പ് ചെയ്യണ്ടേ? ഞാൻ തിന്നണോ? നിന്നുണ്ടോ? ഇത് കാണിച്ചു കൊടുക്കാൻ. ദിസ് ഈസ് സാധനം ഞാൻ തിന്നും. എനിക്ക് എല്ലാം കൂറായിട്ടേക്കുന്നത്. അമിത്ഷാ ഇന്ത്യയുടെ ആരാണ്? അപ്പൊ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ശരി ഉത്തരം പറഞ്ഞാൽ നിനക്ക് ജനറൽ നോളജ് ഉണ്ടല്ലോ അല്ലെ? ഇല്ല, എനിക്കില്ല. ആൻസർ അറിയത്തില്ല. ഇല്ല, ഇത് പറയും നാട്ടുകാർ വിചാരിക്കും നിനക്ക് പ്രധാനമന്ത്രി ആരാണെന്ന് അറിയത്തില്ല. എനിക്കിനി വെളിയിലിറങ്ങി നടക്കാൻ പറ്റത്തില്ല. റോഡ് കൊണ്ട് എനിക്ക് വൈകി ഞാൻ പരിപാടി നിർത്തുക. ഞാൻ എന്നെ അല്ലേ അവിടെ റെഡ് എഫ്എമ്മിൽ അവിടെ മറ്റേ കെമിർച്ചിയിലല്ലേ അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ട് മുഖം കാണിക്കാൻ ഞാൻ ഇരുന്നോളാം. എനിക്കിന്റെ മുഖം കാണിച്ചിട്ട് പരിപാടി ചെയ്യാൻ പറ്റുമെന്ന്. ഞാനൊരു കാര്യം പറഞ്ഞു, ഈ ഇന്റർവ്യൂ കണ്ടു കഴിയുമ്പോൾ ആൾക്കാരെന്താ വിചാരിക്കാൻ അറിയാം? എനിക്ക് ബുദ്ധിയുടെ കാര്യമില്ല. ഒന്നാമത് അറിയാം ഗുലുമാലൊക്കെ ഇറങ്ങുന്നുണ്ട്. എനിക്കിനി വൈകിയ നാട്ടിൽ പ്രൊമോഷൻ ഗുലുമാലൊക്കെ സ്വന്തം ഭയങ്കര തള്ളിച്ചാണ് കേട്ടോ. പറയണേ കേട്ടെ. അല്ലല്ല, ഇതെങ്കിലും ഒന്നാമത് ചമ്മി ഇരിക്കുകയാണ്. ഇനി ഇതും കൂടെ അറിയോ? എനിക്കറിയില്ല സത്യം കേട്ടും. ശോകം കേട്ടിട്ടുണ്ട് ഞാനിങ്ങനെ ഈ പേരൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? വാവ്, വണ്ടർഫുൾ. അപ്പൊ ഞാൻ ശരി ഉത്തരം പറഞ്ഞാൽ ഞാൻ കഴിക്കേണ്ടി വരും. കഴിച്ചോ ചേച്ചി? ഇനി എന്തൊക്കെയോ പറഞ്ഞു കഴിച്ചു. പറയാല്ലേ? ഇന്ത്യയുടെ അല്ല, ഈ ചേച്ചി ചരിത്രം പറഞ്ഞാൽ അറിയാനുള്ള ബുദ്ധി എനിക്കില്ല. അതാണ് വേറെ. ഇത് ശരിയാണോ തെറ്റാണോ? അതൊന്നും അറിയത്തില്ല. നിങ്ങൾ പറയൂ, ഈ സ്കൈലാർക്ക് എന്റർടൈൻമെന്റിന്റെ ആൾക്കാർ പറയും ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? എന്നെ കൊണ്ടുപോയി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പോരുന്നു എന്റെ കൂടെ. കൊണ്ടുപോകില്ലേ? എടുത്തോ. ഈശ്വര, ഏറ്റവും വലിയ ബോംബാണ് ഇത്തവണ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ശരി ആൻസർ ആണല്ലോ അല്ലേ? വേഗം ഒന്ന് തുറക്കോ? എന്നാ തെറ്റ് പറഞ്ഞാൽ മതിയായിരുന്നു. റേഡിയോ മിർച്ചിയല്ലേ? മിർച്ചി കഴിക്കോ? ഇത് ഇത്രയധികം ഉത്തരങ്ങൾ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു വന്ന സ്ഥിതിക്കും വേണ്ട വേണ്ട വേണ്ട, എനിക്ക് വേണ്ടിയാണ് അത് പറയണ്ട. അത്ര ഇൻട്രോ വേണ്ട, തന്നെ കഴിച്ചാൽ മതി. ഇത് ഞാൻ കഴിക്കണല്ലേ? കുറച്ച് കഴിക്കാം. വെള്ളമുണ്ട്, മാങ്ങയൊക്കെ ഉണ്ട്. മതിയോ? നല്ല എരിവുണ്ട്. ഞാൻ ഇനി അടുത്ത ദിവസം ചോദിക്കണം അല്ലേ? സിമ്പിൾ ആയിട്ട് ചോദിക്കാം. എനിക്ക് അറിയാവുന്ന ചോദിക്കാൻ പറ്റത്തുള്ളൂ. കേരളത്തിൽ എത്ര ജില്ലയുണ്ട്? ഇത് നീ പറയണം. പറയണോ? നീ പറഞ്ഞു നോക്കി. ഇല്ല, എനിക്ക് കേരളത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ആൻസർ പറ. എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുള്ളൂ. ആൻസർ പറയണം. പറഞ്ഞോ. ഓക്കെ, കേരളത്തിൽ എത്ര ജില്ലയുണ്ട്? ഞാൻ ഉത്തരം പറയാം. ഏതൊക്കെയാണെന്ന് നീ പറയണം. റെഡിയാണോ? 14. പറയണോ അല്ലേ? പറയാം. എവിടെ തുടങ്ങാം? താഴെ തുടങ്ങണോ മേളിൽ തുടങ്ങണോ? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട്, 12 ആയുള്ളൂ. ഇടുക്കി 13 ആയല്ലോ. പിന്നെ എവിടെ വരും? കുന്നംകുളം പറഞ്ഞില്ല. ഇപ്പൊ അടുത്ത് ജില്ലയുള്ള ആലപ്പുഴ പറഞ്ഞായിരുന്നു. ആലപ്പുഴക്കാരിയല്ലേ? അതെ, പറഞ്ഞായിരുന്നു. പിന്നെ ഇവിടെ മിസ്സായത് കൊല്ലം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശ്ശൂർ, എറണാകുളം പറഞ്ഞില്ല. മലപ്പുറം ഒക്കെ പറഞ്ഞു. ഇല്ല, സത്യമായിട്ടും പറഞ്ഞില്ല. ഇല്ലേ? വയനാടല്ലേ പറയാതിരുന്നേ? വയനാട് പറയുന്നില്ല. അപ്പൊ ഇപ്പൊ ആര് കഴിക്കും? ചേച്ചി പറഞ്ഞാല് പറഞ്ഞില്ലേ? അതെ, നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പേരെന്താ? നീയുടെ പേര് തുടക്കത്തിൽ പറഞ്ഞ അല്ല, എന്താണ് പറഞ്ഞിട്ട് പോയാൽ മതി. ബോലോ ധാരാരാര പറയും. ബോലോ ധാരാരാര. റോസു. കഴിക്കൂ. അയ്യോ, പിഞ്ചിയോ? എല്ലാ സിനിമ പേര് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല?
ഏറ്റവും ചെറിയ ജില്ലയോ? ആ. കൊല്ലമാണോ? എന്റെ ദൈവമേ, ആലപ്പുഴയാണോ? അതെ. ആലപ്പുഴ എനിക്കറിയാം. ആലപ്പുഴക്കാരിയല്ലോ. ആലപ്പുഴ ഞാൻ പറഞ്ഞില്ലേ? ഞാൻ വിചാരിച്ചു ഞാൻ കഴിക്കേണ്ടി വരും. ശരിക്കും ആലപ്പുഴയാണോ? അമ്മേ, അതെ. ഞാൻ എന്താ ചെയ്യണ്ടേ? കഴിക്കാം. എനിക്ക് പറ്റത്തില്ല. ഈ റൗണ്ട് കൊള്ളത്തില്ല. സത്യമായിട്ട് കൊള്ളത്തില്ല. നീ അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായി. കഴിച്ചോ? ഞാനല്ലേ പകുതി ഉത്തരം പറഞ്ഞു തന്നെ. നീ ആദ്യം പറഞ്ഞ കൊല്ലം നല്ലേ. നമ്മുടെ വന്നേക്കുന്നത് കപ്പേള മൂവിയുടെ പ്രൊമോഷൻ വേണ്ടിയിട്ടാണല്ലോ. കപ്പേളയെ കുറിച്ച് പറയും. കപ്പേള 6-ാം തീയതി റിലീസാണ് സിനിമ. അപ്പോ എന്താ പറയാ, എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ 1-2 സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു സീനിലൊക്കെ ആയിട്ടേ. പക്ഷെ എനിക്ക് ഇത്രയും സ്ക്രീൻ സ്പേസ് കിട്ടുന്ന ആദ്യത്തെ ഒരു സിനിമയാണ്. മുഹമ്മദ് മുസ്തഫ നമുക്കറിയാവുന്ന ആക്ടറാണ്. നാഷണൽ അവാർഡൊക്കെ കിട്ടിയ ആളുടെ സംവിധാന സംരംഭമാണ് ആദ്യത്തെ. അന്നബന്റെ കൂടെ ഉള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോ ലക്ഷ്മി എന്നാണ് എന്റെ ക്യാരക്ടർ പേര്. ഒരു നാടൻ കുട്ടി എന്ന് വെച്ചാൽ ഇങ്ങനെ നാട്ടുപുറത്തൊക്കെ ഉള്ള ഹൈ റേഞ്ചിലൊക്കെ ഉള്ള ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്ന ഓടിച്ചാടി നടക്കുന്ന ഒരു നാടൻ കുട്ടിയുടെ ക്യാരക്ടർ ചെയ്യുന്നത്. എനിക്ക് അറിഞ്ഞൂടെ ആളുകൾ എങ്ങനെയായിരിക്കും ആളുകളുടെ ഉള്ളിലേക്ക് എത്തുക. ഞാൻ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ പറയുക, ഇത് ബിഗ് സ്ക്രീനിൽ എങ്ങനെയായിരിക്കും നമ്മളെ കാണുക. ട്രെയിലർ വന്നപ്പോഴേ ട്രെയിലറിനകത്ത് നമ്മുടെ ഫേസ് കണ്ടപ്പോൾ നമ്മൾ തന്നെ വാവ്, ഇതിനിപ്പോൾ ബിഗ് സ്ക്രീനിൽ വരുമ്പോൾ നമ്മുടെ ആ ഒരു മുഖമൊക്കെ ഇങ്ങനെ വരാൻ പോകല്ലേ, അങ്ങനെ ഒരു ഫീലിംഗിലാണ് ഞാനുള്ളത്. സോ അതാണ് കപ്പേള. ഒരു ചെറിയ സിനിമയാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു ആളുകൾക്ക്, മലയാളികൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയായിരിക്കും. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടാണ്? അന്നബൻ ബേബിമോളും ഹെലനും ശേഷം ഭയങ്കര തകർപ്പൻ പെർഫോമൻസിന് ശേഷം വരുന്ന ഒരു സിനിമയാണ്. ഇതൊരു ചെയ്ത ക്യാരക്ടറിൽ നിന്ന് ഭയങ്കര അന്നയുടെ വേറൊരു മുഖമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അന്നയാണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടർ. അന്നയിലൂടെയാണ് കഥ പോകുന്നത്. ജെസ്സി എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെയാണ് കഥ പോകുന്നത്. അന്ന ഭയങ്കര ഈസി ആയിട്ട് അഭിനയിക്കുന്ന ഒരു കുട്ടിയാണ്. എന്നുവെച്ചാൽ ഇങ്ങനെ പറയുന്ന പോലെ ആ ഒരു നാടൻ കുട്ടി ആയി പോകുന്ന അങ്ങനെയാണ് അല്ല. നമ്മുടെയൊക്കെ തൊട്ടടുത്തുള്ള ഒരു ഗേൾ നെക്സ്റ്റ് ഡോർ ഫീൽ തരുന്ന ഒരാളാണ്. പിന്നെ ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിയപ്പോൾ അന്നയും അന്നയുടെ അമ്മയാണ് എന്നെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ആൾക്കാർ. എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരാനും, ഇങ്ങനെ ആയിരിക്കണം, നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം, ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ അങ്ങനെ വിചാരിച്ചാൽ മതി, നമ്മുടെ ഉള്ളിലൂടെ പോകേണ്ട ചിന്തകളൊക്കെയുള്ള പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നതും എന്താ പറയാ, ഇൻഡസ്ട്രിയിൽ എൻ്റെ ഒരു ഗുരു പോലെയാണ് അന്ന. നായക കഥാപാത്രങ്ങളായിട്ട് വരുന്നത് റോഷനും ശ്രീനാഥ്ബാസിയാണ്. അതെ. അവരുടെ ഒപ്പമുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ആക്ച്വലി എനിക്ക് അവരുടെ കൂടെ കോമ്പിനേഷൻ സീൻസ് ഇല്ല. എനിക്ക് പക്ഷെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ അത് ഞാൻ പറയില്ലല്ലോ. അത് നമ്മൾ സിനിമ കണ്ടു തന്നെ പോയി അറിയണം. എന്തായാലും രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ്. പല സിനിമകളിലൂടെയും പല ക്യാരക്ടറിലൂടെയും ആളുകൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. സോ വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, നമ്മൾ കണ്ടിരിക്കും. അപ്പോൾ ഇപ്പൊ സിനിമ നടിയൊക്കെ ആയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ പറയുന്ന ഒരു സീൻ അഭിനയിച്ച് കാണിക്കണം. ഒന്നുമില്ല, സിമ്പിൾ ആണ്. ക്യാമറയിലേക്ക് നോക്കി ഒന്ന് കണ്ണീര് വരുത്തി കാണിച്ചു തരാം. എന്തോ മുളക് ഇപ്പൊ കിട്ടിയത് ശരിയാക്കി അവിടെ ഇപ്പോട്ട് ബാക്കി കഴിച്ചോ. ക്യാമറ നോക്കി ഞാൻ കരയണോ? എനിക്കറിയാം നിങ്ങൾക്ക് ആദ്യം ഇടാൻ വേണ്ടിട്ടാ. എന്നിട്ട് നിമിഷ കരയുന്നത് എന്തിന്? കൂടുതൽ അറിയാൻ നിങ്ങൾ വീഡിയോ കാണും. അതല്ലേ നമ്പർ. ഞാനായിരിക്കും കരയുന്നത്. സ്കൈലാർക്കുകാരെ. ഓക്കെ, സമയം തരുന്നത് കണ്ണീര് വെള്ളം നിർബന്ധമല്ലോ. ഞാൻ കരഞ്ഞാൽ പോലെ കരഞ്ഞാൽ പോരെ. കണ്ണീര് വെള്ളം നില്ലല്ലോ. പിന്നെ കണ്ണുഷിക്ക് വാങ്ങു. വേണ്ട, വെറുതെ കരഞ്ഞാൽ പോലെ മതി. മേക്കപ്പ് പോകുന്നു തരാം. മേക്കപ്പ് പോകുന്നതുകൊണ്ട് ഞാൻ കണ്ണുനീര് വരുന്നില്ല. അല്ലാതെ കരയാനും ഞാൻ പിടിക്കുക. ടിഷ്യൂ വേണോ? ഞാനൊരു കാര്യം പറഞ്ഞു, ശരിക്കും കരഞ്ഞോട്ടെ. ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്നോ? വേണ്ടായിരുന്നു. ഈ സെഗ്മെന്റേ വേണ്ടായിരുന്നു. കേരളത്തിന്റെ എന്തായാലും ഏറ്റവും ചെറിയ ജില്ല ആരാണെന്ന് ഒന്നും അറിയത്തില്ല. ഈ കുട്ടി എനിക്ക് ഭയങ്കര വിഷമം. സത്യം പറഞ്ഞാൽ അറിയാം, ഭയങ്കര വിഷമമുണ്ട് ആക്ച്വലി. പക്ഷെ ഇവിടെ വന്നിങ്ങനെ കരണ്ടി വരുന്നത് വിചാരിച്ചില്ല. കുറെ നേരം ചിരിച്ചു. എന്താ ചെയ്യാം, എന്നിട്ട് നമ്മള് ലൈഫിന്റെ പാട്ടുണ്ടാക്കി. ഓക്കെ. അപ്പൊ ഇനി ഫ്യൂച്ചർ പരിപാടി എന്തൊക്കെയാണ്?
ഇപ്പോൾ ആർജെ ആയിട്ട് തന്നെ റേഡിയോ മിർച്ചിയിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാനും ആ ഒരു പ്രൊഫഷനോടും ഭയങ്കര ഇഷ്ടമുണ്ട്. അഭിനയത്തിലേക്ക് കൂടുതൽ എൻട്രി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓഡിഷൻസ് ഒക്കെ അതിന് വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, കോൺടാക്ട്സ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ആരുടെയെങ്കിലുമൊക്കെ ഉള്ളിൽ നമ്മുടെ ആ ഒരു ക്യാരക്ടർ ലക്ഷ്മി ഒന്ന് പതിയണം, മുഖം ഒന്ന് പതിയണം, വിളികൾ വരണം എന്നൊക്കെയാണ് അതിയായ ആഗ്രഹമുള്ളത്. അഭിനയത്തിലേക്ക് കൂടുതൽ 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 സ്റ്റെപ്പുകൾ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, ആഗ്രഹിക്കും. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞതുപോലെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്താ പറയാ, അടിപൊളിയായിരുന്നു റോസു. ഞാൻ കുറെ ഇന്റർവ്യൂസിനൊക്കെ പോയി, പക്ഷെ ഇത്രയും പണികൾ തന്ന, ഇത്രയും ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും എല്ലാം കൂടെ ചെയ്തൊരു ഇന്റർവ്യൂ ഉണ്ടായിട്ടില്ല. അതെ, അടിപൊളിയായിരുന്നു. നല്ലൊരു ആങ്കറായിരുന്നു, സൂപ്പറായിരുന്നു റോസു, സൂപ്പറായിരുന്നു. ഇതുവരെ കണ്ടിട്ടുള്ള ആങ്കർ വെച്ച് നല്ല ആങ്കറായിരുന്നു പറയാം. കമ്പനി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഒന്നാം നമ്പർ ഞാൻ ഇവിടുന്ന് കിട്ടിയടേ. എന്തായാലും എന്താ പറയാ, ശരിക്കും പറയാണ്, സിൻസിയറായിട്ട് പറയാണ്, ഭയങ്കര രസമുണ്ടായിരുന്നു ഈ ഒരു ടൈം. താങ്ക് യു സോ മച്ച്. എല്ലാവരും പോയി സിനിമ കാണണം, പ്രേക്ഷകരും എല്ലാവരും പോയി സിനിമ കാണണം. ഞങ്ങൾക്ക് ടിക്കറ്റ് തരണേ. എല്ലാവരുടെയും ചോദ്യം അതാണ്. എല്ലാവരും പോയി സിനിമ കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. ആർജെ നിൽജാന്ന് എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട്, അവിടെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ അവൈലബിൾ ആണ്. സോ അതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച്. മേലേ മേലേ മായാമേഘം പോലെ തോന്നും പോലെ പാരാ, ആരും കാണാ ആകാശക്കൊമ്പത്തേറാൻ തോരാ പാട്ടും പാടാ, കൂടുവിട്ട് പാറും തേൻകിളി കൂട്ടു തേടിയെങ്ങും പോയി നീ. കയ്യിലിട്ട്